എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ 2024 മോഡൽ ഹീറോൻ്റെ ഡെസ്റ്റിനി 125cc പ്രൈം എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഒരു മെമ്പറായി കൊടുക്കുക. ഇറങ്ങുന്ന എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഡെസ്റ്റിനി 125 മോഡൽ ഹീറോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്കൂട്ടറാണ്. അതിൽ എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ 125 പോലെ തന്നെ ഏകദേശം ഇരിക്കുന്ന സ്കൂട്ടറാണ്. അപ്പോൾ ഈ രണ്ട് സ്കൂട്ടറും തമ്മിൽ എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങൾ, ഈ സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ ആക്റ്റീവ 125 അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് എന്നെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഈ സ്കൂട്ടറിന് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തുടങ്ങാം. അതിൻ്റെ മിറേഴ്സ് എല്ലാം തന്നെ ബോഡി കളേർഡ് മിററാണ്. വാഹനത്തിൻ്റെ കളർ ഏതാണോ സെയിം ടു സെയിം കളറിലായിട്ടുള്ള ഗ്ലോസി പെയിൻറ്റ് കവർ ചെയ്തുള്ള മിററാണ് നമുക്ക് ലഭിക്കുന്നത്. വാഹനത്തിൻ്റെ ഹാൻഡിൽ കവറിന് നെറുകിലായിട്ടൊരു ഹീറോൻ്റെ ബാഡ്ജിങ് 3D ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സ് വരുന്നത് ഹാലജൻ ഹെഡ് ലൈറ്റ്സ് ആണ് വരുന്നത്. അത് യെല്ലോ കളറിലുള്ള ലൈറ്റ് ആയിരിക്കും എമിറ്റ് ചെയ്യുക. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം, ഹെഡിൻ്റെ താഴെ വരുന്ന ഭാഗം എല്ലാം തന്നെ മെറ്റലാണ്, പ്യുവർ മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിലെ ഐറ്റംസ് എല്ലാം തന്നെ ഫുൾ മെറ്റലാണ്. അതിന് താഴെ വരുന്ന വലിയൊരു ക്രോമിൻ്റെ ഫുൾ ഓർണമെൻറ്റ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് DRLs അവൈലബിൾ ആണ്. അത് LED ലൈറ്റ്സ് ആണ്, വൈറ്റ് കളറുള്ള പ്രകാശമാണ് അത് എമിറ്റ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഈ അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വാഹനത്തിന് i3s ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇന്ത്യയിൽ സ്റ്റാൻഡ് സ്റ്റോപ്പ് ടെക്നോളജി അവൈലബിൾ ആണ്. ഫ്രണ്ട് മഡ് ഗാർഡ്, ഫെൻഡർ വരുന്നത് എല്ലാം തന്നെ ഫുൾ മെറ്റലാണ് വരുന്നത്. മഡ് ഗാർഡിൻ്റെ ടിപ്പിലായിട്ട് ഒരു റബ്ബറിൻ്റെ ഓൾ ഓവർ ഗാർഡും ഒരു ഗാർഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡിൻ്റെ ടിപ്പ് സ്ക്രാച്ച് ആവാതിരിക്കാനായിട്ട്. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ അവൈലബിൾ ആണ്. ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അത് സാധാരണ സ്കൂട്ടറുകളും കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള സ്റ്റെം പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കേരളത്തിലെ ഗട്ടറുകൾ ചാടിയാൽ തന്നെ അത് അങ്ങോട്ട് നമുക്ക് അതിൻ്റെ ചാടിന് ശരിക്കും ഫീൽ ചെയ്യില്ല, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 90-110 10 ട്യൂബ്ലെസ് ടയറാണ് യൂസ് ചെയ്യുന്നത്. അലോയ് വീലൊന്നും ഈ മോഡലിൽ വരുന്നേയില്ല. 130 ഡ്രം ബ്രേക്ക് അവൈലബിൾ ആണ്. കൂടാതെ കോമ്പി ബ്രേക്ക് സപ്പോർട്ടും വാഹനത്തിന് വരുന്നുണ്ട്. ആകെ വെയിറ്റ് വരുന്നത് 115 കിലോഗ്രാമേ വരുന്നുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് 155 മില്ലിമീറ്റർ ആണ്. ഓവറോൾ വീൽ ബേസ് വരുന്നത് 1245 mm ആണ്. ഇതാണ് വാഹനത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ. എങ്ങനെയുണ്ട് വ്യൂ? നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. വാഹനത്തിൻ്റെ കോക്പിറ്റ് വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ഇതുപോലെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ്. നമുക്കത് കൂടാതെ ഫുഡ് സ്പേസ് എടുത്ത് പറയാവുന്നൊരു കാര്യമാണ് വെച്ചാൽ ഒരു 6 അടിക്ക് മേളിൽ 6'2" പൊക്കമുള്ള ആളിരുന്നാൽ തന്നെ കാലുമുട്ടില്ല. അതുകൂടാതെ നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ വേണമെങ്കിൽ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകാം. ഒരു വാട്ടർ ഡിസ്പെൻസർ നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകാം. അത്രമേൽ സ്പേസ് നമ്മുടെ ഈ ഡെസ്റ്റിനി 125 മോഡലിൽ ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നതാണ്. വാഹനത്തിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് വരുന്നത് ഹാർഡ് റബ്ബർ മെറ്റീരിയലിലാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ പാസ് ബട്ടണും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിം ബ്രൈറ്റിനും ഒറ്റ ഇതിൽ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ താഴെ നോർമലായിട്ടുള്ള ഹോണിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് സിമ്പിളായിട്ട് i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും വരുന്നുണ്ട്. അതിൻ്റെ താഴെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മീറ്റർ ഒന്ന് പരിചയപ്പെടാം. ഡിജി അനലോഗ് മീറ്ററാണ് വരുന്നത്. ഡിജിറ്റലും അനലോഗും കൂടി മിക്സ് ആയിട്ടുള്ള മീറ്ററാണ്. 2 സ്വിച്ചസാണ് വരുന്നത്. നടുവിലായിട്ട് ഹീറോൻ്റെ ബാഡ്ജിങ് വരും. ആ ഡിജിറ്റൽ പോർഷനിലാണ് ആ വാഹനത്തിൽ ഉള്ള ഫ്യൂൽ വെച്ച് എത്ര കിലോമീറ്റർ ഓടും, ലാസ്റ്റ് ടണ്ണിൽ കിട്ടിയ മൈലേജ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജി, അതായത് കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ഒന്നും ഈ മോഡൽ വരുന്നില്ല. 3 കിലോഗ്രാം വെയിറ്റ് താങ്ങാവുന്ന ഹുക്കുകൾ പ്ലാറ്റ്ഫോമിൻ്റെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ച് അവൈലബിൾ ആണ്. ഈ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബൂട്ടും, അതായത് ഫ്യൂലിൻ്റെ ഓപ്പണറും സീറ്റ് ഓപ്പണറും ഓപ്പറേറ്റ് ചെയ്യുന്നത് സെയിം സ്വിച്ചിൽ നിന്ന് തന്നെയാണ്. ടോപ്പ് ക്ലാസ് സീറ്റിൽ തന്നെ പറയാം. നല്ല കുഷനിങ് ആണ്. 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റിന് താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഏകദേശം 21 ലിറ്ററാണ്. അത്യാവശ്യം നല്ലൊരു, ഈ റേഞ്ചിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സിൽവർ കളറിലുള്ള റിയർ ഗ്രാബ് ഹാൻഡിൽസും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഇതാണ് കോക്പിറ്റിലിരിക്കുമ്പോഴുള്ള വ്യൂ. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. 778 mm മാത്രമേ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം പൊക്കം കുറഞ്ഞ ചേച്ചിമാർക്കും പെൺകുട്ടികൾക്കും, ഒരു 5 അടി പൊക്കം, 5'2" പൊക്കമുള്ള ചേച്ചിമാർക്കും പെൺകുട്ടികൾക്ക് സുഖമായിട്ട് വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാല് താഴെ എത്തുന്നതാണ്. അപ്പോൾ അത് യാതൊരു സംശയവും വേണ്ട. പിന്നെ നമുക്കിതിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം തന്നെ എക്സ്റ്റേണലാണ്. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. കീ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്താൽ മതി. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ വണ്ടിയാണിത്. അത് ആകെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ 5 ലിറ്ററാണ്. പിന്നെ നമുക്ക് ഇതിന് എഞ്ചിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. 124cc ആണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം പവർ വരുന്ന സ്കൂട്ടറുകളൊന്നാണ്. 9 bhp പവർ വരുന്നുണ്ട്. 55 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കും. 0 to 60 എത്താൻ 8 സെക്കൻഡ് മാത്രം മതി.
സിംഗിൾ കോയിൽ സ്പ്രിങ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്റ്റീവയിലും സെയിം ആണ് ബാക്ക് സൈഡ് വരുന്നത്. ഫിക്സഡ് സസ്പെൻഷനാണ്, നമുക്ക് സസ്പെൻഷൻ്റെ സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഒരു 2 ലിറ്റർ ഫ്യൂലെങ്കിലും നമ്മൾ വണ്ടിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പ് പക്കയായിട്ട് വർക്ക് ചെയ്യാനും നല്ലപോലെ മൈലേജ് കിട്ടാനും, അത് കൂടാതെ വാഹനത്തിന് ഒട്ടും മിസ്സിങ് ഇല്ലാതെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്നുണ്ട്. ഈ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അത് ഈ സ്കൂട്ടറിനല്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഏത് ബൈക്കോ സ്കൂട്ടർ ആയിക്കോട്ടെ നിങ്ങൾ എടുത്താൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വാഹനത്തിൻ്റെ സൈലൻസർ പൈപ്പാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ 2 ഗാർഡ് വരുന്നുണ്ട്. സിൽവറും അറ്റത്ത് ഗ്ലോസി ബ്ലാക്കിൻ്റെ ഗാർഡ് വരുന്നുണ്ട്. നമുക്ക് ഇൻബിൽഡ് ടയറിൻ്റെ മുകളിലായിട്ട് ഒരു ടയർ ഹഗർ വരുന്നുണ്ട്. 90 10 ഇഞ്ചിൻ്റെ തന്നെ ട്യൂബ്ലെസ് ടയർ വരും. ഡ്രം ബ്രേക്സ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. ബ്രേക്ക് സൈസ് വരുന്നത്. പിന്നെ നമ്മുടെ സൈലൻസറിൻ്റെ പൈപ്പിന് ചുറ്റുമായിട്ട് നല്ലൊരു കവറിങ് വരുന്നത്. നമ്മുടെ കാലൊരു കാരണവശാലും തട്ടിപ്പൊള്ളാനായിട്ട് ചാൻസ് വരുന്നില്ല. സിംഗിൾ ഡയറക്ഷൻ ഫോൾഡ് ചെയ്യാവുന്ന റബ്ബർ ടോപ്പ് വരുന്ന നല്ലൊരു റിയർ സൈഡ് ഫുഡ് റെസ്റ്റ് 2 സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂട്ടറും ആക്റ്റീവ് 125 ആയിട്ട് ഏകദേശം ഒരു 15,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. 98,000 രൂപയാണ് നമുക്ക് പ്രൈം ഓൺ റോഡ് വരിക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഡിഫറൻസ് പറഞ്ഞു തരികയാണെങ്കിൽ, ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻസ് എല്ലാം തന്നെ ഫുൾ മെറ്റലാണ്. അതുകൂടാതെ i3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി വരുന്നുണ്ട്. ഹീറോൻ്റെ സർവീസ് അവൈലബിൾ ആണ്. ഏകദേശം 125 ഇതിന് എഞ്ചിനൊക്കെ സെയിം ആണ്. പവർ, ടോർക്ക് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇത് 55 കിലോമീറ്റർ സിറ്റിയിലും ഹൈവേസിലൊക്കെ 65 മൈലേജ് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി ഞാൻ നെറ്റിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ 15,000 രൂപ കുറവ് മുടക്കിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് എപ്പോഴും ഡെസ്റ്റിനി എടുക്കാൻ തന്നെയായിരിക്കും. പിന്നെ ഹീറോൻ്റെ സർവീസ് എല്ലാ സിറ്റിയിലും അവൈലബിൾ ആണ്. സ്പെയർ പാർട്സ് എല്ലാം വളരെ ചീപ്പാണ്. പൊതുവെ കംപ്ലയിൻസ് കുറവുള്ളൊരു വണ്ടിയാണ് ഡെസ്റ്റിനി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.